ഇപ്പൊ സമയം രാത്രി 10:15. ഞങ്ങൾ മരണമാസം എന്ന് പറഞ്ഞ മൂവി കാണാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ് കേട്ടോ. 11:30ക്കാണ് ഷോ. പക്ഷെ അതിനിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ റെഡി ആയതാണ്. ആദ്യം കൊണ്ട് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു 7 മണി തൊട്ട് ഒരു 9:45 നല്ലോണം കിടന്നുറങ്ങി. ജിബീഷനൊരു 8:30 എത്തിയപ്പോൾ അപ്പം മുതൽ ജിബീഷനും കിടന്നുറങ്ങി കേട്ടോ. നല്ല ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത്. ഞങ്ങൾ പല സ്ഥലത്തും അന്വേഷിച്ചെടുക്കുന്നത് ബീഫ് ഫ്രൈ ആണ്, പക്ഷെ പലയിടത്തും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് ബീഫ് കറിയും ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ബീഫ് ഫ്രൈ അന്വേഷിച്ച് ഞങ്ങൾ പോകുന്നത് ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഡിസ്നി ഹോട്ടലിൽ കൊണ്ടുപോയി. ഇവിടുത്തെ ബീഫ് ഫ്രൈയും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് എല്ലാം പോകും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ പത്മയ്ക്ക് വിട്ടു. അവിടെ നിന്ന് ഈ സ്ട്രീറ്റ് മെനു എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറിയപ്പോഴത്തേക്കും നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ഉണ്ടെന്ന് പറഞ്ഞു അവിടെ. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ബീഫ് ഫ്രൈ ആയിരുന്നില്ല, കുറച്ചിങ്ങനെ സവാളയൊക്കെ കൂടുതലായിട്ടുള്ള ടൈപ്പ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് അപ്പമാണ് പറഞ്ഞത്, അപ്പത്തിൻ്റെ കൂടെ ഞാൻ കഴിച്ചു. ജിബിഷനും പൊറോട്ടയുടെ ആളാട്ടോ. ഞാനിങ്ങനെ ബീഫ് അപ്പം പൊറോട്ട നമ്മുടെ ശരീരത്തിൽ നല്ലല്ലോ, അധികം കഴിക്കാറില്ല കേട്ടോ. അപ്പം പൊറോട്ടയും കഴിച്ചിട്ട് നേരെ തന്നെ മൂവിക്ക് കയറി കേട്ടോ. സ്ക്രീൻ 2-ലായിരുന്നു. വേഗം മൂവി കാണാൻ കയറി. പിന്നെ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ നാൾക്ക് ശേഷം തിയേറ്ററിനകത്ത് ഇത്രയ്ക്ക് കയ്യടി കിട്ടിയിട്ടുള്ള ഒരു മൂവി ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. നല്ല കയ്യടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോമഡി ആയിരുന്നു. ഒരു വളിപ്പ് കോമഡി ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല സ്റ്റാൻഡേർഡ് കോമഡി ആയിരുന്നു. ടോവിനോടൊക്കെ ഇൻട്രോ കാണിക്കുമ്പോൾ നമ്മൾ കൈയടിച്ച് പോകും. അങ്ങനെ നല്ലൊരു ഫാമിലി മൂവി കേട്ടോ. എല്ലാവർക്കും പോയി കാണാൻ പറ്റും നല്ലൊരു മൂവി. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു 2 മണിയായിട്ടുണ്ടാവും. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിൽ ചെന്ന് ഉറങ്ങി കിടക്കുന്ന ആദ്യക്കുട്ടിനെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.